ഇന്ന് വളരെ കോമൺ ആയിട്ട് ഒ പിയിൽ വരുന്ന പേഷ്യൻസിന് നമ്മുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് പറയുന്ന ഒരു കണ്ടീഷനാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ്. ഡോക്ടറെ, എനിക്ക് പി സി ഒ ഡി ആണ് അല്ലെങ്കിൽ പി സി ഒ എസ് ആണ്, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് മനസ്സിലായി ഇത് പി സി ഒ ഡി ആണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ പി സി ഒ ഡിയും പി സി ഒ എസും സെയിം ആണോ? എപ്പോഴാണ് ഇതിന് പി സി ഒ ഡി അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് പി സി ഒ എസ് ആവുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ പലരുടെ പേടിയാണ് ഈ പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വന്ധ്യത ബാധിക്കുമോ, അതായത് ഈ പെൺകുട്ടികൾക്ക് പിന്നെ പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുകയില്ലേ, ഈ പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ കാലാകാലം മെഡിസിൻ എടുക്കല്ലാതെ അല്ലെങ്കിൽ ഹോർമോൺ ഗുളിക കഴിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ലേ, ഇതൊന്നും മാറ്റിയെടുക്കാൻ സാധ്യമല്ലേ എന്നുള്ളതൊക്കെ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ടെൻഷനാണല്ലേ. ഈ പി സി ഒ ഡി വേറെ എന്തെങ്കിലും രോഗങ്ങളിലേക്ക് നയിക്കാറുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടത്. പലപ്പോഴും ക്യാൻസറിന് വരെ ഇത് കാരണമാകാറുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇത് ഒരു പരിധിവരെ തുടക്കത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഡോക്ടർ ഫാത്തിമ സഹല, യുനാനി കൺസൾട്ടന്റ്, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് പി സി ഒ ഡി, എന്താണ് പി സി ഒ എസ്? ഇത് ആദ്യം നോക്കാം നമുക്ക്. പി സി ഒ ഡി എന്ന് പറയുന്നത് അത് ഓവറിയിൽ മാത്രം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അണ്ടാശയത്തിൽ മാത്രം കാണുന്ന ഒരു കണ്ടീഷൻ, അതായത് അണ്ടാശയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിസീസ്, ഒരു രോഗമാണെന്ന് പറയാം. അതായത് നമ്മുടെ ഓവുലേഷൻ നടക്കാതെ കുറേ ഓവംസ് അണ്ടാശയത്തിൽ ഉണ്ടാവുകയും നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് കാണും, ഇങ്ങനെ മുത്തുകൾ പോലെ ഫോളിക്കിൾസ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പി സി ഒ ഡി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കാണപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പി സി ഒ എം എന്ന് പറയാം, അതായത് പോളിസിസ്റ്റിക് ഒവേറി മോർഫോളജി. ഇങ്ങനെ കാണുന്ന അൾട്രാസൗണ്ടിൽ ഇത് കാണാൻ മാത്രം ചെയ്തു, വേറെ സിംറ്റംസ് ഒന്നുമില്ല. അതിന് നമ്മൾ പി സി ഒ എം എന്ന് പറയും. ഇതൊരു ഡിസീസ് കണ്ടീഷൻ ആകുമ്പോൾ പി സി ഒ ഡി എന്ന് പറയും. എന്നാൽ എന്താണ് പി സി ഒ എസ് എന്ന് പറയുന്നത്? പി സി ഒ എസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പി സി ഒ എസ് എന്ന് പറയാം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പി സി ഒ എസ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഫസ്റ്റ് വൺ ഈസ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അതായത് പീരീഡ്സിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി വരിക. സാധാരണ ഇതിൽ 25 to 35 ഡേയ്സ് വരെ, സാധാരണ കോമൺ ആയിട്ടുണ്ടാവുക 28 ഡേ സൈക്കിൾ ആണെങ്കിൽ പോലും അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക. അപ്പോൾ 25 to 35 ഡേയ്സ് വരെ ഒരാൾക്ക് മെൻസ്ട്രേഷൻ ഉണ്ടായില്ല, അതും കഴിഞ്ഞിട്ടാണ് പീരീഡ്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ്, മെനറേജിയൻ്റെ കേസ് ഉണ്ടാവുക. ഈ ഓവർ ബ്ലീഡിങ് പലപ്പോഴും അനീമിയക്കൊക്കെ ചാൻസ് വരുത്തും. അപ്പം ഇത്തരത്തിൽ അല്ലെങ്കിൽ ചില മാസങ്ങളിൽ പീരീഡ്സ് കിട്ടാതിരിക്കുക, അതായത് പീരീഡ്സ് മിസ്സായി പോവുക, ഇതൊക്കെയാണ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസിൽ വരിക. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ആൻഡ്രോജൻ ഹോർമോൺ കൂടുതലായിട്ട്, അതായത് പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ ഹോർമോൺ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കാണപ്പെടുന്ന കണ്ടീഷനെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോളിസിസ്റ്റിക് ഒവറി ആയിട്ട് നമുക്ക് സ്കാനിങ് റിപ്പോർട്ടിൽ കാണാം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സി ഒ എസ് ആണെന്ന് പറയാൻ പറ്റും. ഇത് നമ്മുടെ ബോഡിയിൽ, അതായത് ഓവറിയിൽ മാത്രം നിൽക്കാതെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് പുറമേക്ക് പല ഭാഗത്തും കാണിക്കപ്പെടുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ പി സി ഒ എസ് എന്ന് പറയാം. ഇതിൽ എന്തൊക്കെ വരിക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ആൻഡ്രോജൻ ഹോർമോൺ കൂടിയിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് സൗണ്ടിൽ ചെറിയ വ്യത്യാസം, അതായത് സൗണ്ട് അടഞ്ഞ പോലെ തോന്നുക. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന പോലെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ടാവുക. കൂടുതലായിട്ട് വേണ്ട, സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഉണ്ടാവില്ലല്ലോ. അതിന് പകരം ചെറിയ രീതിയിലൊക്കെ ഇത് ചില ആൾക്കാർക്ക് കൂടുതൽ അളവിലും ഉണ്ടാവുക, മീശ അല്ലെങ്കിൽ താടിയൊക്കെ പോലെ കാണപ്പെടുക. പിന്നെ അതേപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടാവുക, നമ്മുടെ മുഖത്തൊക്കെ ആക്നേസ് ഉണ്ടാവുന്ന കേസ് നമ്മുടെ കഴുത്തിൻ്റെ പിറകുവശത്താണ് കോമൺ ആയിട്ട് കാണല്, ഒരു കറുത്ത പാട് പോലെ, അക്കന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും, അതുപോലെ കറുത്ത കളറിൽ കാണപ്പെടാം. ഇങ്ങനെ ഒരുപാട് കോസ്മെറ്റോളജിക്കൽ ഇഷ്യൂസും ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണിത്. പലപ്പോഴും ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അല്ലേ. ഇതേപോലെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവുക, ഇങ്ങനെ കുറേ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന കേസിലാണ് നമ്മൾ പി സി ഒ എസ് എന്ന് പറയാം. ഈ പി സി ഒ എസിൻ്റെ പ്രധാനമായിട്ട് വരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഇതൊരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നോക്കാം. ജനറ്റിക്സ് ഒരു കാരണമാണ്, അതായത് പാരമ്പര്യം ഒരു ഘടകമാണെങ്കിൽ പോലും അത് വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ എഫക്റ്റ് ചെയ്യാറുള്ളൂ. ബാക്കി ഒരു ഭൂരിഭാഗ ശതമാനവും വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. പ്രധാനമായിട്ടും അമിതവണ്ണമുള്ള സ്ത്രീകൾ ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ലീൻ പി സി ഒ ഡി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ശതമാനം വളരെ കുറവാണ്. കുറഞ്ഞ ആളുകളിൽ മാത്രമാണ് ലീൻ പി സി ഒ ഡി കാണപ്പെടാറുള്ളത്. വെയിറ്റ് കുറവുള്ള ആളുകളിൽ ഈ പി സി ഒ ഡി കാണുന്ന കണ്ടീഷന് വളരെ കുറവാണെന്ന് പറയാം. ഈ അമിതവണ്ണമുള്ള ആളുകളിൽ
നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ചാൽ അവരുടെ BMI കറക്റ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് ബോഡി മാസ് ഇൻഡെക്സ്, വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റിൻ്റെ സ്ക്വയർ, ഇതാണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ തടഞ്ഞു നിർത്താൻ പറ്റും. അതായത് ഇപ്പോൾ ഒരാളെ വെയിറ്റിൻ്റെ ഒരു 5% കുറക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം 60 ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 5% കുറക്കാൻ നോക്കുക, അമിതവണ്ണമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ. എന്നാൽ തന്നെ നമുക്ക് ഈ PCODൻ്റെ കണ്ടീഷന് ഒരു പരിധിവരെ കുറച്ച് നിർത്താൻ പറ്റും. പിന്നെ വരുന്നതാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. അതായത് നമ്മൾ വ്യായാമം ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ, അതായത് ബോഡി ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ PCOD വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ സ്ട്രെസ്സ്, ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉള്ള കണ്ടീഷനല്ലേ. ചെറിയ കുട്ടികളൊക്കെ OPയിൽ വന്നിട്ട് പറയും എക്സാമിൻ്റെ ടെൻഷനാണ്, സ്കൂളിൽ പോകണം. രാവിലെ ട്യൂഷന് തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് ബാച്ച് ട്യൂഷൻ ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂൾ, അത് കഴിഞ്ഞിട്ട് ഈവനിങ് ബാച്ചിൻ്റെ ട്യൂഷൻ, പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് വന്ന് പിന്നെ ഫുൾ ക്ഷീണമായി സ്കൂളിലെ ഹോംവർക്ക് ചെയ്യാൻ, അങ്ങനെ ഭയങ്കര ബേർഡൻ ആയിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടാണ് കുട്ടികളുള്ളത്. സിവിൽ സർവീസ് കോച്ചിങ്, നീറ്റ് കോച്ചിങ് ഒക്കെ 8th മുതലോ അല്ലെങ്കിൽ 7th മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവർക്ക് കളിക്കാനുള്ളൊരു സമയം, അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവർക്ക് മിസ്സാവാണ്. അതായത് കളിക്കാനുള്ളൊരു സമയമില്ല. അതേപോലെ തന്നെയാണ് സ്ട്രെസ്സാണ്, ഭയങ്കര ബേർഡനാണ്, മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര പ്രഷറായിട്ടാണ് കുട്ടികളുള്ളത്. ഇത്തരം കണ്ടീഷനൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് അഡോളസൻ്റ് ഏജിലുള്ള കുട്ടികളാണ്. പിന്നെ അത് കഴിഞ്ഞാലും ജോബുള്ള ആൾക്കാരാണെങ്കിൽ ജോലിൻ്റെ ടെൻഷന്, ബിസിനസ്സിൻ്റെ ടെൻഷൻ, അങ്ങനെ ആകെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആണെങ്കിൽ പോലും PCOD ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉറക്കം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു 8 hour ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആ ഉറങ്ങുന്നത് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഒരേ സമയത്ത് എണീക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെയാണ് നമുക്ക് ഈ PCOD അല്ലെങ്കിൽ PCOS ഉണ്ടാക്കാനുള്ള കാരണം. നമ്മൾ വിചാരിക്കും ഇത് ഹോർമോണൽ ചേഞ്ച് അല്ലേ, ബോഡിയിൽ ഹോർമോൺ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഹോർമോൺ കൂടിയതുകൊണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണുള്ളത്. ഇതൊന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻസും മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്. പലപ്പോഴും ഇങ്ങനെ മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി വരുന്ന സമയത്ത് നമുക്ക് പേഷ്യൻസ് പറയുന്ന ഭയങ്കര മൂടി ആയിട്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നാത്ത കണ്ടീഷന്, ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കൂടുതൽ കഴിക്കാം, മീൻസ് ഭയങ്കര സങ്കടം വരുമ്പോൾ ഭക്ഷണം നല്ലോണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ഭയങ്കര മൂഡ് ഓക്കെ അല്ല, അതുകൊണ്ട് കൂടുതൽ ഭക്ഷണം അങ്ങനെ ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് പാറ്റേൺ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലാത്ത രീതിയിൽ പോകുന്ന സമയത്ത് കൂടുതലായിട്ടും ഫ്രൈഡ് ഐറ്റംസ്, പാക്ക്ഡ് ഐറ്റംസ്, ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ വരാം. ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ളത്, ഇപ്പോൾ പേസ്ട്രീസ് അല്ലെങ്കിൽ കേക്ക്സ്, ഐസ്ക്രീംസ്, ചോക്ലേറ്റ്സ്, ഇതൊക്കെ കൂടുതൽ കഴിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നം വരാം. കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കൂടുന്നതൊക്കെ നമുക്ക് ഇതേപോലുള്ള ഇൻസുലിൻ മെറ്റബോളിസത്തിൽ തകരാറുണ്ടാക്കുകയും PCOD ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം, അതേപോലെ തന്നെ നമ്മുടെ കൂടുതൽ സിറപ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ കഴിക്കണം. അതായത് മധുരം കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കുന്നത്, ജ്യൂസസ്, പാക്ക്ഡ് ഐറ്റംസ്, ഇതൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിഷ് കഴിക്കുകയാണെങ്കിലൊക്കെ പൊരിച്ച് കഴിക്കാതെ ഗ്രേവി ആയിട്ടോ കറി വെച്ചോ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫൈബർ കണ്ടൻറ്റ് ധാരാളമുള്ള ഫുഡ്സ്, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, ഇതിൻ്റെ ഒക്കെ അളവ് കൺട്രോൾ ചെയ്യുക. ഒരു 1/4 മാത്രം ഇതെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ എടുക്കേണ്ടതെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വണ്ണം കുറക്കാനും PCOD അല്ലെങ്കിൽ PCOS ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനും സാധിക്കും. പിന്നെ പലപ്പോഴും നമുക്ക് വരുന്നൊരു ടെൻഷനാണ് ഈ PCOD അല്ലെങ്കിൽ PCOS വന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് പോകുമോ എന്നുള്ളത്. ഇവിടെ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഓവത്തിൽ അണ്ടോൽപാദനം നടക്കാതിരിക്കുക, ഓവുലേഷൻ നടക്കാതിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മെൻസസ് മിസ്സാവുന്നതും. ഇങ്ങനെ ഓവുലേഷൻ്റെ എണ്ണം കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ചാൻസ് വളരെ കുറവ്. നമുക്ക് അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓവം പ്രൊഡക്ഷൻ, ഓവുലേഷൻ കൂട്ടാനും അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി മാറ്റിയെടുക്കാനും സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം PCOS വന്ന ആളുകളിൽ മെറ്റബോളിക് ഇഷ്യൂസ്, അതായത് ഡയബറ്റീസ്, അതേപോലെ കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷന്, ഈവൻ കാർഡിയാക് അറസ്റ്റ് വരെ
ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവരുടെ മെറ്റബോളിസം തകരാറിലാവുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ക്രമേണ അവരുടെ 50s അല്ലെങ്കിൽ 40s കഴിഞ്ഞാൽ ഇത്തരം ഡിസീസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ലേറ്റ് സ്റ്റേജുകളിൽ ഇത് ഹാർട്ട് അറ്റാക്കിലേക്ക് വരെ നയിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ നമുക്ക് എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് വർദ്ധിക്കും. ഇങ്ങനെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഇത് എൻഡോമെട്രിയൽ ക്യാൻസറിന് വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും PCOD അല്ലെങ്കിൽ PCOS എല്ലാവർക്കും കോമൺ ആണെന്ന് പറഞ്ഞ് നമ്മൾ അവഗണിക്കേണ്ട ഒരു കാര്യമില്ല. ശരിയായ രീതിയിൽ മെഡിസിൻ എടുക്കുകയും ജീവിതശൈലി ക്രമീകരിക്കുകയും ചെയ്താൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണം ഞാൻ പറഞ്ഞ പോലെ നല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുക, സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മാനസികാരോഗ്യം എപ്പോഴും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, അതായത് ഒരു 30 to 40 മിനിറ്റ്സ് ഒരു വീക്കിൽ 5 days എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്തിരിക്കണം. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഉറക്കം പ്രോപ്പറാക്കാൻ നോക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ട, കുറച്ച് സമയം കൊടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു റുട്ടീൻ കറക്റ്റാക്കി മാറ്റുക. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ സാധാരണ കഴിക്കണ ഭക്ഷണം അതേപോലെ കഴിക്കുക. പിറ്റേ ദിവസം കഴിക്കുന്ന സമയത്ത് അതിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് ഒരു വെജിറ്റബിൾ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഈ വെജിറ്റബിളിൻ്റെ കൂടെ ഒരു വെജിറ്റബിളും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചും കൂടി കുറക്കുക. പിന്നെ അടുത്തതിൽ ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ ആക്കുക. പ്ലസ് അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ഇതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം ഒരു 50 മിനിറ്റ്സ് ചെയ്ത ആൾ പിന്നെ ഒരു 20 മിനിറ്റ്സ് ആക്കുക, പിന്നെ 30 മിനിറ്റ്സ് ആക്കുക. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതായത് ഒറ്റയടിക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് പതുക്കെ ഈ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമ്മൾ വെയിറ്റ് മാനേജ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ സെറ്റാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ PCODൻ്റെ പ്രശ്നങ്ങൾ മാറ്റാനും മെൻസസ് കറക്റ്റ് ആക്കാനും അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സിംറ്റംസിനൊക്കെ കുറക്കാനും സാധിക്കും. നമുക്ക് യുനാനി മെഡിസിൻസ് വെച്ചിട്ട് കറക്റ്റ് ഫോളോ അപ്പോട് കൂടി മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ഈ PCOD അല്ലെങ്കിൽ PCOS കണ്ടീഷൻസ് നമുക്ക് മാറ്റിയെടുത്ത് കറക്റ്റ് ഒരു മെൻസ്ട്രേഷനും അതേപോലെ തന്നെ വേറെ സിംറ്റംസിനൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഈ ഒരു പ്രശ്നത്തിനെ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനും വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.